കൊടുക്കണം. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും. യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത്. സർട്ടിഫിക്കറ്റ് പോലും സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. യാത്ര ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാനുണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക, എംപവർ ആകുക, പ്രേ ആൻഡ് ഗെറ്റ് എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, എംപവർ ആകുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് നിൻ്റെ കൂടെ സഹസഞ്ചാരരാകാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ എന്ത് പോയാലും ശരി വന്നാലും ശരി ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കർത്താവ് അംഗീകരിക്കത്തില്ല. എന്താ കാര്യം അറിയാമോ? 18:23 സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. ഡയബോളിക് പേഴ്സണാലിറ്റിയാണ് ആ സേവകൻ. ഇപ്പൊ അവൻ കുറച്ച് ഡയലോഗ് പറയും. എന്താ പറയണത്? സേവകൻ വീണ് നമസ്കരിച്ചു, അവന്നടിച്ച് വീണ് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സെയിം ആള് തന്നെയാണ്. ഇതാ ഡയബോളിക്. ഒരു വ്യക്തി നാഗവല്ലിയും ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോരുത്തരും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ദ സ്പിരിച്വാലിറ്റി ബിൽറ്റ് അപ്പോൺ ദ ജെനുവിനിറ്റി. എന്നുവെച്ചാൽ സിംഗിൾ പേഴ്സൺ. ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം. ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിന് ഉടമ്പടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 10,000 താരന്ത് കണ്ട ആളല്ലേ. താരന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണ നാണയമാണ്. ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 10,000 താലന്ത് സ്വർണ്ണ നാണയം